എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജി.കെ. തുമ്പക്കാരൻ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള പ്രധാന സബ്ജക്ട്സ് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഈ വേട്ടപ്പട്ടികളെക്കാളും വളരെ കഷ്ടമായിരിക്കുന്നു ഒരു ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ശില്പികളും കാട്ടിക്കൂട്ടുന്നത്. ഒരു 3-4 ദിവസം മുമ്പ് റോയി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അങ്ങേര് സ്വയം ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞു. അദ്ദേഹം ഒരു ആഡംബര പ്രിയനായിരുന്നു, ആഷ്ഫൂഷായിരുന്നു, പലതുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അയാളുടെ ആയുസ് വിചാരിക്കുന്ന അത്ര നീട്ടിക്കിട്ടിയില്ല. അയാൾക്ക് അവസാനം ബോധ്യമായി അയാൾ ഈ കാട്ടിക്കൂട്ടിയതെല്ലാം ശുദ്ധ അസംബന്ധമായിരുന്നു, പാഴായിപ്പോയി. ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയിൽ ഒരു വലിയൊരു കയത്തിലേക്കാകും എന്നുള്ളൊരു ധാരണയിൽ അദ്ദേഹത്തിൻ്റെ ജീവനെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഓശാനെ പാടിയവരിൽ കൂടി കിട്ടുന്ന ഓരോ വിവരങ്ങളും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തുടക്കം, അയാളുടെ വിവാഹകാര്യം, മറ്റൊരുത്തൻ്റെ ഭാര്യ അടിച്ചു മാറ്റിയ കാര്യം, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്ന, അയാളുടെ വണ്ടിയുടെ ശേഖരങ്ങൾ, അയാളുടെ പോസ്റ്റ് ലൈഫിനെ കുറിച്ച്, അയാൾ മറ്റുള്ളവരെ പറ്റിച്ചതിനെക്കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റുമോ അത് മാത്രമേ ഉള്ളൂ. മറിച്ച് ഈ റോയി ആർക്കൊക്കെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തെന്നുള്ള അത് തിരശ്ശീലയ്ക്ക് പിന്നിലും ഈ റോയിയോടൊപ്പം ജീവിച്ച് അവരുടെ എല്ലാ സുഖസൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിയവർ ഇപ്പോൾ നേരെ അവരല്ലെങ്കിൽ അവർ മറ്റുള്ളവർക്ക് ഈ വിവരങ്ങൾ കൊടുത്ത് അവരിപ്പോൾ റോയിയെക്കുറിച്ച് സംസാരമുള്ളൂ. കാരണം ഞാൻ എല്ലാ പ്ലാറ്റ്ഫോം ആൾക്കാരെയും പറയുന്നില്ല. ഒരു വിവരം കെട്ട എന്താണെന്ന് ഒരു സംസ്കാരശൂന്യമായിട്ടുള്ള വാർത്തകളൊക്കെയാണ് കൊടുക്കുന്നത്. എന്തിനാണ്? ഒരാൾ അയാളുടെ ചെയ്ത ഫലം അയാൾ റിസീവ് ചെയ്തു, അയാൾ ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു. പിന്നെ നമ്മളിതിൻ്റെ പിന്നാലെ ഇയാളെ ചുരണ്ടി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? പാവം, അയാളുടെ ഒരു ഭാര്യയും ഒരു മോളും ഒരു മോനുമുണ്ട്. അവർ ജീവിച്ചോട്ടെ. ഇനി അവരുടെ മേക്കിട്ട് കയറാൻ ഒന്നും പോകണ്ട. ഒരു പക്ഷേ അവരിത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ചെയ്തതും അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ തന്ത ചെയ്തതും. അവർക്കൊന്നും അറിയില്ല. ഒരു ആഡംബരപ്രിയനായിരുന്നു. നമുക്ക് എപ്പോഴും അറിയാം, ഈ ആളിക്കത്തുന്ന ദീപം പെട്ടെന്നങ്ങ് ശമിക്കും. ആ ആളിക്കത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അവിടെ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന്. അതുകൊണ്ട് എനിക്കൊന്ന് പറയാനുള്ളത് മാത്രം, ഇത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ചില പ്രാഞ്ചിയേട്ടന്മാരുണ്ട്. അവർക്കൊരു ഗുണപാഠമായിരിക്കട്ടെ. ഈ റോയിയുടെ അതേ പാത പിന്തുടർന്ന് കഴിഞ്ഞാൽ റോയിയുടെ അവസാനം പോലെ തന്നെയും ഇവർക്കും കിട്ടുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. നമുക്ക് കിട്ടുന്നത് കൊണ്ട് അതിലൂടെ പടിപടിയായി ഉയർച്ചയിലേക്ക് പോകാൻ ശ്രമിക്കുക. അതിനൊരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിൻ്റെ വളർച്ച ഇങ്ങനെ നല്ല രീതിയിൽ വളർച്ച ഉണ്ടായിരിക്കും, നാം പ്രതീക്ഷിക്കുന്നതിലുപരി. എന്നാൽ മറ്റുള്ളവനെ പറ്റിച്ചും വെട്ടിച്ചും മറ്റുള്ള എല്ലാ പ്രദർശനങ്ങളും കാണിച്ചും എല്ലാം അറിയാം ഒക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ട് ഈ ലോകത്ത് ആർക്കും ഒന്നും നേടാൻ പറ്റില്ല. പാവം, അതിന് ഒരു റോയി നമ്മുടെ മുന്നിൽ ഒരു സാമ്പിളായി മാറിക്കഴിഞ്ഞു. ഈ റോയിയുടെ ജീവിത ചരിത്രം എടുത്താൽ, അദ്ദേഹത്തിൻ്റെ വളർച്ച എല്ലാം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ പല ജീവിച്ചിരിക്കുന്ന പ്രാഞ്ചിയേട്ടന്മാരുണ്ട്. ഇവർക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. റോയിക്കും കിട്ടിയ ഡോക്ടറേറ്റ്. സ്ലോവേക്കിയയിൽ ഇപ്പോൾ എന്തോ കോൺസുലേറ്റ് എന്തോ പദവി അതുണ്ടാക്കി.
ഉണ്ടാക്കാത്ത ഒരു പദവിയില്ല. കാറുകളുടെ ശേഖരവും ഇതൊക്കെയാണ് ഇപ്പോൾ ഇവർ പോയി ക്യാമറയിലെടുത്ത് കാണിക്കുക. എന്തിനാ അവർ റോയിയുടെ കാർ ശേഖരം സോഷ്യൽ മീഡിയ കാണിച്ചിട്ട് പബ്ലിക് എന്ത് ചെയ്യാനാണ്? റോയിയുടെ ഈ ആഡംബരമായ വസതികളും ഓഫീസും അയാളുടെ ഈ ആക്ഷനും സിഗ്നലും അങ്ങയുടെ ഈ സെലിബ്രേഷനും ഇതൊക്കെ കാട്ടേണ്ട കാര്യം എന്താണ്? അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത്? എല്ലാവർക്കും അറിയാം റോയി ഒരു ധാരാളിയായിരുന്നു, ഒരു ആഷ്പൂഷ് ആളായിരുന്നു. നല്ല രീതിയിൽ ജീവിച്ചു, ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തു. പക്ഷേ അതിൻ്റെ ആയുസ് വളരെ കുറവായിപ്പോയി. അങ്ങനെ ആകരുതായിരുന്നു. തെറ്റുകൾ തിരുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കാതായിപ്പോയി. തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചിരിക്കാം. അപ്പോഴത്തേക്കും ആ തെറ്റുകളുടെ ആ വ്യാപ്തി വളരെ വലുതായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം സ്വയം ജീവൻ അവസാനിപ്പിച്ചത്. കാരണം നല്ല രീതിയിൽ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു നല്ലൊരു ഫിഗറായിരുന്നു. എനിക്കൊരു കടങ്ങളുമില്ല, 100% കടമില്ലാത്തൊരു കമ്പനിയാണെന്ന് പബ്ലിക്കിനോട് പറയുകയും അവസാനം ഒരു കടക്കാരനായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്ന് ഇത് ജയിൽവാസം അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അത് താങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. അത് ചിന്തിച്ചിരിക്കുക. അതുതന്നെയാണ് അദ്ദേഹം സ്വയം ജീവൻ അവസാനിപ്പിച്ചത്. സോ വീണ്ടും പറയുന്നു, ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ സോഷ്യൽ മീഡിയക്കാർ ഈ റോയിയുടെ ചരിത്രം കൊണ്ട് പിടിച്ച് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അയാളുടെ ആഡംബര ജീവിതം, അയാളുടെ കഥകളും അയാളുടെ കണക്കുകളും നോക്കാൻ നമുക്ക് ഏജൻസികളുണ്ട്. അതിന് ഗവൺമെൻറ് തലത്തിലുള്ള ഏജൻസികൾ തന്നെ ചെയ്യുന്നുണ്ട്. അത് റോയി ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, റോയി കള്ളപ്പണം ബിസിനസ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഡ്രഗ്സ് മാഫിയയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആയുധങ്ങൾ കടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അന്വേഷിക്കാനുള്ള സംവിധാനം ഗവൺമെൻറ്റിനുണ്ട്. അത് അവരിലേക്ക് വിടുക. ഗവൺമെൻറ്റും നീതിപീഠവും ചെയ്യേണ്ട ജോലികൾ നമ്മൾ ഏറ്റെടുക്കേണ്ട. അതൊട്ടും നല്ലൊരു കാര്യമല്ല. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി പറയുന്നു, ജീവിച്ചിരിക്കുന്ന ചില പ്രാഞ്ചിയേട്ടന്മാരുണ്ട്. ഡോക്ടർ എന്നുള്ള പേരിലും മറ്റുമൊക്കെ പ്രശസ്തി പത്രവും പത്മഭൂഷണമൊക്കെ കൊടുത്ത് അതെല്ലാം കരസ്ഥമായി കേൾക്കേണ്ട. അത് കിട്ടേണ്ട അർഹതയില്ലെങ്കിലും അർഹതയില്ലാത്തത് പല വളഞ്ഞ മാർഗങ്ങളും കൂടെ സ്വീകരിച്ച് ഈ ഡോക്ടറേറ്റൊക്കെ എടുത്ത ആൾക്കാരൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ള പ്രാഞ്ചിയേട്ടന്മാർ ഒന്ന് ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് ഈ റോയിയുടെ ഗതികേട് വരരുത്. അതിന് ഒന്ന് വരാതിരിക്കാൻ ഇനിയെങ്കിലും ചെയ്യുക. എന്തെങ്കിലും മനുഷ്യനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, വല്ല പാവം പിടിച്ചവരെ തകർത്തിട്ടുണ്ടെങ്കിൽ മാന്യമായി അവരെ പോയി കാണുക. അവരിലുള്ള ബാധ്യതകൾ നിങ്ങൾ തീർത്തിരിക്കണം. എങ്കിൽ സമാധാനമായി അന്ത്യശ്വാസം വലിക്കാം. അതുകൊണ്ട് ഈ ഭരണപക്ഷത്തിൻ്റെ കുറേ നേതാക്കന്മാരുടെയും കുറേ ആൾക്കാരുടെ ബലം കൊണ്ട് പാവം പിടിച്ചവനെ പീഡിപ്പിക്കാനും ജോലി ചെയ്തവൻ കാശ് വയ്ക്കുമ്പോൾ അവനെ പോലീസിനെയും ബലം വെച്ച് അടിച്ചോടിക്കാനുള്ള സംവിധാനം പലരും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാന്മാർ ഇന്ന് കേരളത്തിലുണ്ട്. അവർക്കൂടെ ഇതൊരു മുന്നറിയിപ്പാണ്. അവർ ഈ റോയിയെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗതികേട് വരാതിരിക്കാൻ ശ്രമിച്ചാലും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇനിയെങ്കിലും ഈ സോഷ്യൽ മീഡിയക്കാരോടുള്ള റിക്വസ്റ്റാണ്, പ്ലീസ് ഡോണ്ട് ഷോ ഓൾ ദിസ് ഈ ഇഡിയാറ്റിക് ഈ അൺവാണ്ടഡ് ന്യൂസുകളൊന്നും ചിലവഴിക്കാനുള്ള ആ സമയം വൃദ്ധയാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. ഗുണകരമായ കാര്യങ്ങളെക്കുറിച്ച് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കുക. അതാണ് ഞാനടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംകാരൊക്കെ ചെയ്യേണ്ടത്. നാളെയെങ്കിലും ഇതിനൊരു സമാപ്തി കുറിക്കുക. റോയി ജീവിച്ചു, റോയി മരിച്ചു. ലീവ് ഇറ്റ്. ബാക്കിയുള്ള കാര്യം ഗവൺമെൻറ് തലത്തെ ഏജൻസികൾ എന്താണെന്ന് അവതരിക്കട്ടെ. നമ്മളായിട്ട് ശിക്ഷിക്കാൻ വേണ്ടി നടക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പ്രാഞ്ചേട്ടന്മാർ ഒന്ന് ശ്രദ്ധിച്ചാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.